ഇവിടെന്നേ നിങ്ങളിത് എവിടെ കൊണ്ടുപോകണേ? പാവം തളർന്നിറന്ന് ഇറങ്ങിയിരുന്നു. ഇതാദ്യത്തെ പ്രാവശ്യമാണോ അതോ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ? എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ കാര്യം എന്താ നിനക്ക് അറിയില്ല അല്ലടാ? കുറച്ചു നേരം അതിനകത്ത് ഇത്രയും വലിയ തെറ്റാണോ? നിനക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ ജീവൻ പണയം വെച്ച് പുറംകടലിൽ പോകുന്നവരെ ഞങ്ങള് കരയിലും നേരിന്നറിയും തെറ്റിക്കണതേ ഞങ്ങൾക്ക് വലിയ തെറ്റാണ്ടെന്നോ. എന്താ സംബന്ധം നിങ്ങൾ പറയുന്നത്? ഇയാളെ ഞാൻ അറിയ പോലുമില്ല. ഇനി ഇവിടെ ഒന്ന് ന്യായം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിടിച്ചറിയും. അവകാശ തർക്കത്തിന്റെ പേരിൽ ഇതിന്റെയൊക്കെ മേൽനോട്ടം കോടതി നിന്നെ ഏൽപ്പിച്ചു കരുതി ഇവിടെ കിടന്ന് അഴിഞ്ഞാടാൻ നോക്കിയാലുണ്ടല്ലോ. കരയിലേർപ്പാട് ഇതാണെങ്കിലേ പുറംകടലിൽ പോണ ബോട്ട് കൊണ്ടിരുന്ന മീനായിരിക്കില്ല, പോണന്റെയൊക്കെ ശവമായിരിക്കും. ഇവളങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്കുറപ്പാ. നിങ്ങൾക്കുറപ്പാ, പക്ഷെ ഞങ്ങൾക്കുറപ്പില്ല. കാരണം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി എരണം കെട്ടലൂടെ കാലുകുത്തിയ അരിഞ്ഞ് കടലിൽ തള്ളും, പറഞ്ഞേക്കാം. ഇല്ല, ഇനി ഇവളിവിടെ വരില്ല, അത് ഞങ്ങൾ ഏറ്റു. നാണം കെട്ട പരിപാടിയായി പോയി. ഹാർബറിൽ എവിടെയെങ്കിലും പോയി ഒരു പണിക്കാരനായിട്ട് കൂടിക്കൊള്ളാൻ പറഞ്ഞാ പോയി പെണ്ണ് പിടിക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് അതുമായിട്ട് യാതൊരു ആത്മബന്ധവും ഇല്ലെന്ന്. വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട, ഇവിടെ നിൽക്കുകയും വേണ്ട. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ശരിയാവില്ല. ഈ പ്രാവശ്യത്തെ ക്ഷമിക്കളിയാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. എന്നാ പൊക്കോ, ഹാർബറിൽ ഏതെങ്കിലും പഴയ ബോട്ടിൽ കൂടിക്കോ. നിക്ക് ഇതാ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ. അയ്യോ, എന്നെ കൊല്ലാൻ വന്നേ. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അയ്യോ, എന്നെ പങ്കായ കുരിശുമ കേട്ടില്ലേ? അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊന്ന് കടലിൽ താക്കരുത്. നിന്നെ കടലിൽ താത്തിയ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസനല്ല, കടലിൽ വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്റെ ജോലി കളഞ്ഞ കൊച്ച, അതിന് പകരം വീട്ടിയതാ. ആഹാ, അതിന്റെ മാഷേ, എന്റെ മാനം കളയല്ലേ. ഇപ്പൊ മാനം, ഇനി എന്റെ കൺമുന്നിൽ വന്ന് വിട്ടാ നിന്റെ ജീവൻ പോവും. ആണുങ്ങള് വില കളഞ്ഞു. അമ്മേ, ആഹാരത്തിന് മുമ്പുള്ള ഗുളികയാ, ഇപ്പൊ തന്നെ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ മറക്കും. ഹാർബറിലെ കണക്കുകളൊക്കെ കൃത്യമായി വെച്ചിട്ടുണ്ട്, സമയം കിട്ടുമ്പോൾ നോക്കിക്കോളൂ. നീ പോവാണോ? എത്ര നാളായി അമ്മ പറയുന്നു നിനക്ക് ഇവിടെ താമസിച്ചൂടെ? നിന്റെ അനിയത്തി വരുമ്പോഴൊക്കെ അവളും ഇവിടെ നിന്നോട്ടെ. അത് വേണ്ടമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ പറയാറുള്ളത്, മരിക്കുന്ന അന്നുകൂടി പറഞ്ഞു. ആറാണി മുട്ടത്തെ കാര്യസ്ഥപ്പണി മാത്രമേ നമുക്കുള്ളൂ, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കരുതെന്ന്. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളുടെ വാക്കല്ലേ എങ്ങനെ തട്ടുക? കുമാരേട്ടാ, അപ്പോന് നേരെ നീർദോഷമുണ്ട്, സന്ധ്യക്ക് ഹോമിയോ മരുന്ന് കൊടുക്കണം. പാവം, അതിന് നല്ല വിഷമമുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. അത്രക്കായല്ലേ? ഇയാളെന്താ ഈ കാണിക്കണേ?
എന്താ ആരാ നീ? ഞാൻ ചെയ്യുന്നത് ചെയ്യാം. എന്ത് ചെയ്യാൻ? ഡാൻസ്. ഡാൻസോ? എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടിന്ന് പറയാൻ ഞാനെന്താ പാവയോ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.